ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആഗമനകാലത്തിലെ ഒന്നാം ഞായർ. ഇന്നലെ കൊണ്ട് ഒരു ആരാധനാ വത്സരം പൂർണ്ണമായി. നമ്മൾ ഇന്ന് പുതിയ ആരാധനാ വത്സരത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു ആരാധനാ വത്സരം അല്ലെങ്കിൽ ഒരു ആരാധനാ വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ക്രിസ്തുവിനെ ആഘോഷിക്കുന്ന അനുഭവമാണ്, ക്രിസ്തുവിനെ അറിയുന്ന ഒരു അനുഭവമാണ്, ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ ആരാധന വത്സരം. ഈശോയുടെ വരവ് തുടങ്ങി വീണ്ടും വരെയുള്ള കാര്യങ്ങളിലൂടെ നമ്മളിങ്ങനെ മുന്നേറും. ഇപ്പം നമ്മൾ ഇന്ന് ആഗമനകാലത്തിലെ ഈ ഒന്നാം ഞായറിൽ പുതിയ ആരാധനാ വത്സരത്തിലേക്ക് പ്രവേശിക്കുക. ഈശോയുടെ ആദ്യത്തെ വരവിനെ ഓർമ്മപ്പെടുത്തുന്ന നമുക്ക് അനുഭവമാക്കുന്ന ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തെയാണ് ആഗമനകാലം എന്ന് പറയുക. അങ്ങനെ ആഗമനകാലത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നേറുക. കടന്നു വരുന്ന കർത്താവിനെ സ്വീകരിക്കുവാൻ ഒരുക്കത്തോടുകൂടി നമുക്കായിരിക്കണം, ജാഗരൂകരായി നമ്മളായിരിക്കണം. അതാണ് ഈ ആഗമനകാലം പ്രത്യേകിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ വായനകളിലേക്ക് നോക്കുക. ഇന്ന് നമ്മൾ 3 വായനയുണ്ട്, സങ്കീർത്തനമുണ്ട്. ഈ വായനകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈശോയുടെ ആഗമനങ്ങളെക്കുറിച്ചാണ്. ആഗമനം എന്ന് പറഞ്ഞാൽ കടന്നുവരവ് എന്നർത്ഥം. ഗ്രീക്ക് ഭാഷയിൽ പരൂസിയ എന്നുള്ള പദമാണ് അതിന് വരുന്നത്. അതിൻ്റെ അർത്ഥം രൂപത്തിൽ നമ്മളോട് കൂടെയുള്ള ദൈവം, അതോടൊപ്പം നമ്മളെ രക്ഷിക്കാൻ കടന്നു വരുന്ന ദൈവം. നമ്മളിലേക്കുള്ള കർത്താവിൻ്റെ വരവിനെയും നമ്മുടെ കൂടെയുള്ള കർത്താവിൻ്റെ ആ സാന്നിധ്യത്തെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ആഗമനകാലം. 3 ആഗമനങ്ങളുണ്ട്. ഇന്നലത്തെ ആഗമനമുണ്ട്, നാളത്തെ ആഗമനമുണ്ട്, ഇന്നത്തെ ആഗമനമുണ്ട്. നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഈശോയുടെ ഇന്നലത്തെ ആഗമനത്തെ ഓർമ്മപ്പെടുത്തുക. ജെറമ്യാ പ്രവാചകൻ ബാബിലോൺ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽക്കാർക്ക് പ്രതീക്ഷയേകിക്കൊണ്ട് അവരോട് പറയുകയാണ്, ഇതാ നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടുക, ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുക. പ്രിയപ്പെട്ടവരെ, അവർ കാത്തിരുന്നു. ഇസ്രായേൽക്കാർ തങ്ങളെ രക്ഷിക്കുവാൻ കടന്നു വരുന്ന മിശിഹായെ അവർ കാത്തിരുന്നു. അവരുടെ കാത്തിരിപ്പിൻ്റെയും ഒരുക്കത്തിൻ്റെയും പൂർത്തീകരണമായി, അതിനേക്കാളും കൂടുതൽ അവരെ രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഒരുക്കത്തിൻ്റെ പൂർത്തീകരണമായി പ്രിയപ്പെട്ടവരെ കർത്താവ് കടന്നു വന്നു. ഇപ്പം ആ കർത്താവിൻ്റെ ആ വരവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിൽ ഒരു മനുഷ്യ ശിശുവായി ഈശോ പിറന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ചാണ് ഒന്നാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രവാചകരിലൂടെ ദൈവം നടത്തിയ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായി പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ആദ്യത്തെ വരവ് വന്നു. ആ കർത്താവ് നീതിയിലും സമാധാനത്തിലും നമ്മളെ നയിക്കുമെന്നുള്ള വാഗ്ദാനം നമുക്ക് അവിടെ ലഭിച്ചു. ഇന്നത്തെ സങ്കീർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് 25-ാം സങ്കീർത്തനമാണ്. അവൻ കടന്നു വരുമ്പോൾ നമ്മളെ എല്ലാം പഠിപ്പിക്കുമെന്ന കർത്താവേ, ഞങ്ങളെ പഠിപ്പിക്കണമേ, നേരായ പാതയിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ എന്നെല്ലാമുള്ള വലിയ പ്രാർത്ഥനയാണ് ഇന്നത്തെ സങ്കീർത്തനം. കർത്താവ് കടന്നു വന്ന് എങ്ങനെ നമ്മളെ രക്ഷിക്കുമെന്നും വഴി നടത്തുന്നുമെല്ലാം അവിടെ വെളിവാക്കപ്പെടുക. നമ്മൾ ഈ ആഗമനകാലത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട സങ്കീർത്തനമാണ് ഈ 25-ാം സങ്കീർത്തനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിൻ്റെ വീണ്ടു വരവിനെ അല്ലെ നാളത്തെ വരവിനെയാണ് അത് ഓർമ്മപ്പെടുത്തുക. യുഗാന്ത്യത്തിൽ എങ്ങനെ മേഘത്തേരിൽ ഏറി കർത്താവ് കടന്നു വരും, നമ്മളെ രക്ഷിക്കാൻ കടന്നു വരുന്ന കാര്യമാണ്. രൂപത്തിലെ പ്രപഞ്ചത്തിൽ പോലും വ്യതിയാനങ്ങളും എല്ലാം സംഭവിക്കുമ്പോൾ, മനുഷ്യരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും എല്ലാം കൂടുമ്പോൾ കർത്താവ് അതിൽ നിരാശപ്പെട്ടു പോവുകയല്ല വേണ്ടത്. പിന്നെയോ അവിടെ രക്ഷിക്കുവാനായിട്ട് കർത്താവ് പ്രത്യേകമായിട്ട് ഇടപെടാനായിട്ട് കടന്നു വരുന്നു. അവിടുന്ന് എല്ലാത്തിൻ്റെ അധിപതിയായി അവിടുന്ന് കടന്നു വരുന്നു, യുഗാന്ത്യത്തിൽ കടന്നു വരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആദ്യത്തെ വരവിലൂടെ തുടങ്ങി വെച്ചത് വീണ്ടുവരവിലൂടെ പൂർത്തീകരിക്കുക. അങ്ങനെ എല്ലാം പൂർത്തീകരിക്കുവാനാണ് യുഗാന്ത്യത്തിൽ കർത്താവ് കടന്നു വരിക. യുഗാന്ത്യം എന്നത് ജീവിതാന്ത്യമാകാം.
അങ്ങനെ കടന്നു വരുന്ന ആ കർത്താവിനെക്കുറിച്ച്, കർത്താവിന് വേണ്ടി നിങ്ങൾ വേണ്ടത്ര കാത്തിരിക്കുവിൻ. നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ. ആ കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ ഇതാ വരുന്നു. നിങ്ങൾ അവന് വേണ്ടി കാത്തിരിക്കുക. അവൻ്റെ വരവിനെ മറന്ന് അവഗണിച്ച് നിങ്ങൾ ഈ ലോക ജീവിതത്തിൽ മുഴുകി കഴിയേണ്ടവരല്ല എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുക. ഇന്ന് പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ വായനയിൽ അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിൻ്റെ ഇന്നത്തെ വരവിനെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ ആദ്യം എഴുതിയ ലേഖനമാണല്ലോ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം. ആ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് കർത്താവിൻ്റെ വീണ്ടുവരവ് വരുമ്പോൾ നമ്മളൊക്കെ ഇന്നും കടന്നു വരുന്ന ആ കർത്താവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം സ്നേഹം നിറഞ്ഞവരായി, വിശുദ്ധി നിറഞ്ഞവരായി നമ്മൾ നിലകൊള്ളണമെന്ന് അവിടെ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് കടന്നു വരിക. ഒരു വിധത്തിൽ ആദ്യത്തെ വരവ് തുടങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കർത്താവ് നമ്മുടെ ജീവിതത്തിൽ. അനുദിനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കർത്താവിനെയാണ്, ആ കർത്താവിന് വേണ്ടി ശ്രദ്ധാലുക്കളായി ഒരുങ്ങിയിരിക്കണമെന്ന കാര്യമാണ് രണ്ടാമത്തെ വായനയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് വരുന്നു, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നമുക്കറിയാം, ക്രിസ്മസ് ആഘോഷം കർത്താവിൻ്റെ വരവിൻ്റെ ആഘോഷമാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ കുർബാന, ക്രിസ്തുവിനെ ആഘോഷിക്കുന്ന കുർബാന. അതാണ് ക്രിസ്മസ്. ഓരോ കുർബാനയെ അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആഘോഷിക്കുന്നത്. ഓരോ കുർബാനയിലൂടെയും ഓരോ കൂദാശയിലൂടെയും പ്രിയപ്പെട്ടവരെ കർത്താവ് കടന്നു വരിക, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക, നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലേക്കും കടന്നു വരിക. ജ്ഞാനസ്നാനത്തിൽ കർത്താവ് നമ്മുടെ ജനനത്തിലേക്ക് കടന്നു വരുന്നു. സ്ഥൈര്യലേപനത്തിൽ കർത്താവ് തൻ്റെ പ്രായപൂർത്തിയിലേക്ക് കടന്നു വരുന്നു. വിവാഹത്തിലൂടെ അല്ലെങ്കിൽ തിരുപ്പട്ടത്തിലൂടെ നമ്മുടെ ഉത്തരവാദിത്വ മേൽക്കലിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ സുഖപ്പെടുത്തുവാൻ, നമ്മുടെ പാപം മോചിക്കുവാൻ കുമ്പസാരത്തിലൂടെയും സൗഖ്യമേകുവാനായിട്ട് രോഗീലേപനത്തിലൂടെയും കർത്താവ് കടന്നു വരുന്നു. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലൂടെയും കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ, അതാണ് കൂദാശകളൊക്കെ. അപ്പോൾ ദിവ്യകുർബാനയിലൂടെ, കൂദാശകളിലൂടെ, അതുപോലെ ബൈബിളിലൂടെ പ്രിയപ്പെട്ടവരെ, ബൈബിള് നമ്മൾ വായിക്കാൻ ശ്രദ്ധ വയ്ക്കുമ്പോൾ, ആ ബൈബിള് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, നമ്മൾ ദിവ്യകുർബാനയിലെ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മൾ നെറ്റിയിൽ കുരിശ് വരയ്ക്കാറുണ്ട്, അധരങ്ങളിൽ കുരിശ് വരയ്ക്കാറുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ കുരിശ് വരയ്ക്കാറുണ്ട്. അതിലൂടെ നമ്മുടെ പ്രാർത്ഥന എന്താണ്? കർത്താവേ, അങ്ങയുടെ സുവിശേഷം കൊണ്ട് എൻ്റെ മനസ്സിനെ നിറയ്ക്കണമേ, എൻ്റെ അധരം കൊണ്ട് അങ്ങയുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ എന്നെ പ്രാപ്തയാക്കണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ആ സുവിശേഷം നിറയ്ക്കണമേ. എൻ്റെ ഹൃദയത്തിൽ സുവിശേഷം നിറച്ച്, എന്നിൽ സുവിശേഷം നിറച്ച് എൻ്റെ ജീവിതത്തെ ഒരു സുവിശേഷമാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥന അവിടെ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സുവിശേഷങ്ങൾ. എന്നാൽ ആ ബൈബിൾ മുഴുവനും തന്നെ ഈ സുവിശേഷത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്. പഴയ നിയമം മുഴുവനും സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നുവെങ്കിൽ അപ്പോസ്തല പ്രവർത്തനം തുടങ്ങി വെളിപാട് വരെയുള്ളവയോ ഈ സുവിശേഷത്തിൻ്റെ പ്രാവർത്തികമാക്കലിനെ ഓർമ്മപ്പെടുത്തുക. അപ്പം ആ രീതിയിൽ നമ്മൾ ഈ BC AD എന്ന് പറയുമല്ലോ. BC എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് മുമ്പുള്ള കാലഘട്ടം, AD എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള കാലഘട്ടം എന്നാണ്. അപ്പം ഈ പഴയ നിയമ രൂപത്തിൽ BCയെ ഓർമ്മപ്പെടുത്തുവാണ്, പുതിയ നിയമമോ ADയെ ഓർമ്മപ്പെടുത്തുവാണ്. അങ്ങനെ നമ്മൾ കൂദാശകളിലൂടെ, ബൈബിളിലൂടെ, അതേപോലെ നമ്മൾ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് കൂടുവോ അവിടെ കർത്താവ് കടന്നു വരുന്നുണ്ട്. ഈശോ പറയുന്നില്ലേ, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാനുണ്ട്. മത്തായി 18:20 അത് പറയുക. എപ്പോഴൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഒരുമിച്ച് കൂടുമ്പോൾ, ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ, കൺവെൻഷനുകളിൽ ഒരുമിച്ച് കൂടുമ്പോൾ, എവിടെയൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെയെല്ലാം കർത്താവ് നമുക്ക് സന്നിഹിതനാകുക. അതേപോലെ തന്നെ നമ്മൾ പാവങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, അവിടെ അവരിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഈശോ പറയുന്നില്ലേ, ഈ എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവരെ ശുശ്രൂഷിക്കുവാൻ തയ്യാറാകുമ്പോഴോ നമ്മിലൂടെ കർത്താവ് അവരുടെ ജീവിതത്തിലേക്കും കടന്നു ചെല്ലുക. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും നമ്മൾ ശ്വസിക്കുമ്പോൾ, ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെടുക. ഓരോ പ്രാവശ്യവും നമ്മൾ നിശ്വസിക്കുമ്പോഴോ ഈശോയുടെ മരണത്തിൽ നമ്മൾ പങ്കുചേരുക.
നമുക്കിൽ വേണ്ടാത്തതെല്ലാം വിട്ടുകളഞ്ഞ് വേണ്ടതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അനുഭവം, ഒരു പെസഹ അനുഭവം എന്ന് പറയാം. പെസഹ അനുഭവം എന്ന് പറഞ്ഞാൽ ഈശോ എടുത്ത് മരിച്ചുയർക്കുന്ന ഒരനുഭവമാണ്. ഒരു വിമോചനത്തിൻ്റെ, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ, ഒരു വിശുദ്ധീകരണത്തിൻ്റെ, ഒരു സ്വർഗീയ അനുഭവത്തിൻ്റെ അനുഭവമാണത്. നമ്മളെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ 3 ആഗമനങ്ങൾ, അതിനെക്കുറിച്ച് ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ഈ ആഗമനകാലത്തിലൂടെ നമ്മൾ മുന്നേറുവാനായിട്ട് തയ്യാറാകുമ്പോൾ ഈ 3 ആഗമനങ്ങളെയും കുറിച്ച് നമുക്ക് ബോധപ്പെടാം. സത്യത്തിൽ ഇന്നലത്തെ ആഗമനവും നാളത്തെ ആഗമനവും ഒന്നുചേരുക ഇന്നത്തെ ആഗമനത്തിൽ. നമ്മുടെ മരണാവസ്ഥയിൽ പോലും കർത്താവ് വീണ്ടും വരുന്ന ഒരു അനുഭവമല്ലേ. ആ കർത്താവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കർത്താവിനെ നമ്മൾ അവഗണിക്കല്ലേ, കർത്താവിനെ നമ്മൾ മറക്കല്ലേ. ആ കർത്താവിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. എന്നിട്ട് കർത്താവേ അങ്ങ് കടന്നു വരണമേ എന്ന് ഹൃദയം തുറന്ന് നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ അങ്ങ് കടന്നു വന്ന് എൻ്റെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും എൻ്റെ കൂട്ടായ്മയിലേക്കും ലോകത്തിലേക്കും കടന്നു വന്ന് കർത്താവെ അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ സമാധാനത്താൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ സന്തോഷത്താൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ ഐശ്വര്യത്താൽ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ എന്ന് ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം, നമ്മളെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാം. കർത്താവിന് ഇഷ്ടമില്ലാത്തതെല്ലാം ജീവിതത്തിൽ നിന്ന് വിട്ടുകളഞ്ഞേ. നമ്മളെ പാപവും കോപവും എല്ലാം അങ്ങോട്ട് വിട്ടുകളഞ്ഞ്, നിരാശകളും ആസക്തികളും ഒക്കെ ഒന്ന് വിട്ടുകളഞ്ഞേ. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിന് വേണ്ടി നന്നായിട്ടൊന്ന് ഒരുങ്ങാം. കർത്താവെ കടന്നു വാ, നമുക്ക് കർത്താവിനെ വിളിക്കാം. കർത്താവ് കടന്നു വരുമ്പോൾ അവിടത്തേക്ക് കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സത്യത്തിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് എന്നതിനേക്കാളും നമ്മൾ തന്നെയാണ് കർത്താവിനുള്ള ഗിഫ്റ്റ്. നമ്മൾ ക്രിസ്മസിന്, പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് സമ്മാനം കൊടുക്കാറുണ്ട്. കർത്താവിനാണ് നമ്മൾ സമ്മാനം കൊടുക്കേണ്ടത്. ആ സമ്മാനം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് ബോധപ്പെട്ട് അത് ഒരുക്കുവാനാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ആഗമനകാലം. നാം ഓരോരുത്തരും കർത്താവിന് പ്രീതിപ്പെട്ട, കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല സമ്മാനങ്ങളായി മാറട്ടെ. കർത്താവ് കടന്നു വരട്ടെ. ഈ ആഗമനകാലത്തിലൂടെ നമുക്ക് ശ്രദ്ധയോടെ, ധ്യാനത്തോടെ, പ്രാർത്ഥനയോടെ, ത്യാഗത്തോടെ പ്രിയപ്പെട്ടവരെ മുന്നേറാം. ഈ ആഗമനകാലത്തിലൂടെ മുന്നേറുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്താലും കൃപയാലും നമുക്ക് നിറയപ്പെടാം. കർത്താവിനെ നമ്മിലേക്ക് ഉൾക്കൊണ്ട് കർത്താവിൻ്റെ ജീവിതം നമുക്ക് ജീവിക്കാം. നമ്മിലൂടെ കർത്താവിനെ പ്രഘോഷിക്കാം. നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും പ്രിയപ്പെട്ടവരെ നമ്മിലൂടെ ഈശോയെ അനുഭവിക്കട്ടെ. നമ്മളൊക്കെ എല്ലാവർക്കും ഒരു ക്രിസ്മസായി മാറട്ടെ. ദൈവാനുഗ്രഹം ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.